അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക് പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അകറ്റിത്തരട്ടെ. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ. കടങ്ങളെ തൊട്ട് അല്ലാഹു നാം എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്ന ഒരു വിഷയമാണ് കടമെന്ന് പറയുന്നത്. പല രൂപത്തിൽ കടം വന്ന ജീവിതത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ഈ പറയാൻ പോകുന്ന 2 ആയത്തുകൾ ആത്മാർത്ഥമായി ദുആ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കടം വീട്ടാൻ നല്ല ഒരു വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു നൽകുകയും സാമ്പത്തികമായ അഭിവൃദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു നൽകുകയും ചെയ്യും. ഇത് വലിയ ആരിഫീങ്ങൾ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയ വിഷയമാണ്. സൂറത്തു ആൽ ഇംറാനിലെ 26, 27 ആയത്തുകളാണ് നാം പാരായണം ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഈ 2 ആയത്തുകൾ പാരായണം ചെയ്യേണ്ടത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. ഈ 2 ആയത്തുകൾ ആവർത്തിച്ച് 3 പ്രാവശ്യം പാരായണം ചെയ്യുക. തഹജ്ജുദ് നിസ്കാരത്തിന്റെ ശേഷമോ സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷമോ അതല്ലെങ്കിൽ എല്ലാ നിസ്കാരങ്ങളുടെ ശേഷവും പാരായണം ചെയ്യാൻ പരിശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ഈ 2 ആയത്തുകൾ ഓതി നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഉടനടി ഫലം ലഭിക്കും. എത്രയോ ആളുകൾക്ക് ഫലം ലഭിച്ചിട്ടുണ്ട്. ഫലം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. മക്കളെ കെട്ടിച്ച് കടം വന്ന ആളുകളുണ്ട്, മക്കളെ പഠിപ്പിച്ച് കടം വന്ന ആളുകളുണ്ട്, അതുപോലെ വീട് നിർമ്മിച്ച് കടം വന്ന ആളുകളുണ്ട്, കച്ചവടം ചെയ്ത് കടം വന്ന ആളുകളുണ്ട്. അള്ളാഹുവെ, എന്ത് കടമുണ്ടെങ്കിലും അതൊക്കെ പെട്ടെന്ന് തന്നെ വീട്ടി സന്തോഷത്തോടുകൂടെ റാഹത്തോടുകൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ റഹ്മാനെ. ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും വരുത്തല്ല അല്ലാ. ഈ ക്ലാസ് കേൾക്കുന്നവർക്ക് നീ ഖൈറിന്റെ റഹ്മത്തിന്റെ ബറക്കത്തിന്റെ കവാടങ്ങൾ തുറന്നു നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരാളുടെ മുന്നിലും തലകുനിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല റഹ്മാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.